നമസ്കാരം. രാഷ്ട്രീയ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും വരെ വിമർശിക്കുന്നതും അവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കഥകളും തമാശകളും റീലുകളും ഒക്കെ മെനയുന്നതുമൊക്കെ ഇന്ത്യയിൽ സ്വാഭാവിക നടപടിയാണ്. എന്നാൽ ചില ആരോപണങ്ങൾക്കും തമാശകൾക്കുമൊക്കെ ചില മാനദണ്ഡങ്ങളും അതിരുകളും കൽപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നേതാക്കന്മാരെ പരസ്പരം വിമർശിക്കുന്നതും അവഹേളിക്കുന്നതും പോലെയല്ല അവരുടെ മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒക്കെ അനാവശ്യമായി രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കുന്നത്. അടുത്തിടെ ആരെയും എന്തും പറയാമെന്നുള്ള ചിന്തയ്ക്ക് ഒരു പരിധിവരെ നിയന്ത്രണം ആവശ്യമാണെന്ന തരത്തിലുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നു. ഇപ്പോൾ അതേ ചർച്ചകൾ നടത്തിയ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ വിളവ് തിന്നുന്നത് പോലെ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് കുടുംബത്തെ പോലും രാഷ്ട്രീയ ചർച്ചാ ബിന്ദുക്കളാക്കി മാറ്റാനുള്ള വ്യഗ്രതയിലാണ്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നത് മോദിയെ വൈകാരികമായി വേദനിപ്പിച്ച സംഭവമായിരുന്നു. അതിൽ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസുകാരാണ് മോദിക്കെതിരെ അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് പുറത്തിറക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ AI വീഡിയോ ഇപ്പോൾ വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. തന്നെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് സ്വപ്നത്തിൽ മോദിയോട് അമ്മ അപേക്ഷിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത്. ബീഹാർ കോൺഗ്രസ് ആണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. മോദിയുടെ അമ്മയെ വീണ്ടും കോൺഗ്രസ് അപമാനിക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. നേരത്തെ ഇത്തരത്തിൽ അമ്മയ്ക്കെതിരെ ഉണ്ടായ പരാമർശത്തിൽ കോൺഗ്രസ് വലിയ വിമർശനം നേരിട്ടതിനു പിന്നാലെയാണ് വീണ്ടും അതേ കാര്യം കോൺഗ്രസുകാർ തന്നെ ആവർത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായി യാതൊരു ബന്ധവും പുലർത്താതെ സ്വന്തം നാട്ടിൽ ജീവിച്ചു പോന്ന ഒരു വൃദ്ധ സ്ത്രീയെ അനാവശ്യമായി ആയുധമാക്കി മാറ്റിയത് കോൺഗ്രസിന്റെ ഉള്ള പേര് കൂടി കളയാൻ മാത്രമാണ് ഉപകാരപ്പെട്ടത് എന്ന് വേണം പറയാൻ. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്രയിൽ തനിക്കും അമ്മയ്ക്കും നേരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായി എന്ന് പ്രധാനമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. സ്വപ്നത്തിൽ മരിച്ചുപോയ അമ്മയോട് സാമ്യമുള്ള AI കഥാപാത്രം മോദിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയത്തിൽ തന്റെ പേര് ഉപയോഗിച്ചതിന് അദ്ദേഹത്തെ കർശനമായി ശാസിക്കുന്നു. മോദിയോട് സാമ്യമുള്ള AI കഥാപാത്രം ഇതു കേട്ട് ഞെട്ടലോടെ ഉണരുന്നതോടെയാണ് രംഗം അവസാനിക്കുന്നത്. സാഹിബിന്റെ സ്വപ്നങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ഈ രസകരമായ സംഭാഷണം കാണുക എന്ന അടിക്കുറിപ്പും വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നുണ്ട്. വീഡിയോ പുറത്തിറങ്ങിയതിനു പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പ്രതിപക്ഷം വില കുറഞ്ഞ തന്ത്രങ്ങൾ അവലംബിക്കുകയാണ് എന്ന് BJP നേതാക്കൾ ആരോപിച്ചു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആസൂത്രണം ചെയ്ത വീഡിയോയാണിതെന്ന് BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയും പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി മോദിയുടെ പരേതയായ അമ്മയെ കോൺഗ്രസ് പരിഹസിച്ചു എന്നും ഒരു പാർട്ടി ഇത്രയും തരം താഴ്ന്നത് കാണുന്നത് വേദനാജനകമാണ് എന്നും പറഞ്ഞ പ്രദീപ് ഭണ്ഡാരി കോൺഗ്രസ് സ്ത്രീ വിരുദ്ധമാണ് എന്നും എക്സിലൂടെ പറഞ്ഞു. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം അമ്മ മകൻ എന്ന വൈകാരികതയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ കോൺഗ്രസിന്റെ ഈ പ്രവൃത്തി വില കുറഞ്ഞതായി പോയി എന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച